കുഞ്ഞുമറിയത്തിൻ്റെ കഥ നമ്മൾ മുൻപ് പറഞ്ഞ് നിർത്തിയിടത്തുനിന്ന് നമ്മൾ വീണ്ടും തുടങ്ങുകയാണ് കേട്ടോ. അവിടെ കിടന്ന് ചെറുതായി ഒന്ന് മയങ്ങിപ്പോയിരുന്നു കുഞ്ഞുമറിയം. തൻ്റെ കുഞ്ഞു കണ്ണുകൾ അവൾ പതിയെ തിരുമ്മി തുറന്നു. പാതി തുറന്ന അവളുടെ കണ്ണുകളിൽ നിറയെ വെളുത്ത് പതുപതുത്ത പഞ്ഞിക്കെട്ടുകൾ പോലെ തൂവലുകൾ തെളിഞ്ഞു വന്നു. അവൾ കണ്ണുകൾ വിടർത്തി നോക്കി. തൂവലുകളായിരുന്നില്ല, ചിറകാണ്, 2 ചിറകുകൾ. അവയ്ക്ക് നടുവിൽ നിഷ്കളങ്കമായ ചിരിയോടു കൂടിയ ഒരു മുഖം, സ്വർണ്ണ തലമുടി, 2 കുഞ്ഞിക്കൈകൾ, നേർത്ത മൃദുലമായ വെള്ളയുടുപ്പ്. അവയ്ക്ക് താഴെ 2 കുഞ്ഞു കാലുകൾ. കണ്ണുകളിൽ നല്ല തിളക്കം. 2 കൈകളും താടിയോട് ചേർത്ത് വെച്ചിരിക്കുന്നു. അവയ്ക്കുള്ളിൽ കുഞ്ഞമ്പിളി പോലെ തിളങ്ങുന്ന കുഞ്ഞു മുഖം. ഭയമല്ല, ആദ്യമായി ഒരു പാവക്കുട്ടിയെ സ്വന്തമായി കിട്ടിയതുപോലത്തെ ഒരുതരം എന്തെന്നില്ലാത്ത ആനന്ദമാണ് തോന്നിയത്. എന്താ മറിയക്കുട്ടി ഇങ്ങനെ നോക്കുന്നത്? ആ കുഞ്ഞു ചുണ്ടുകളിൽ നിന്ന് മൃദുലമായ ശബ്ദം പുറത്തു വന്നു. സ്വപ്നമാണോ എന്ന് ഒരു വേള ശങ്കിച്ചു. ഉറപ്പിക്കാൻ എന്ന വണ്ണം അവൾ ചോദിച്ചു, ആരാ? ആ സമയം അവളുടെ കണ്ണുകൾ വിടരുകയും ചുണ്ടുകൾ തെല്ലൊന്ന് വിറയ്ക്കുകയും ചെയ്തു. പെട്ടെന്ന് ആ ചിറകുകൾ വിടർന്നു. അവൾക്കു ചുറ്റും ആ മുറി മുഴുവനും ചിറകുകൾ വിടർത്തി അത് പറന്നു. തുറന്നിട്ട ജാലകത്തിലൂടെ പറന്ന് പുറത്തുപോയി ശരവേഗത്തിൽ തിരിച്ചു വന്നു. എന്നിട്ട് കുഞ്ഞുമറിയത്തിന് അഭിമുഖമായി വായുവിൽ ചിറകുകൾ വിടർത്തി നിന്നു. ഞാൻ ഇന്നു മുതൽ നിന്റെ കാവലാണ്. നിനക്ക് തുണയും ചങ്ങാതിയുമായി എപ്പോഴും നിന്റെ കൂടെയുണ്ടാകും. തെല്ല് ദൃഢമായ ശബ്ദത്തോടെ പറഞ്ഞു തീർത്തതിനു ശേഷം സ്ഥിരമായി ആ മുഖത്തുള്ള നിഷ്കളങ്കമായ ചിരി കുഞ്ഞുമറിയത്തിന് നേരെ നീട്ടി. അവൾ ഒന്നും മനസ്സിലാകാതെ കട്ടിലിന്മേൽ തന്നെ ഇരുന്നു. അവളേക്കാൾ മുൻപേ അവളുടെ മനസ്സ് കുതിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞുമറിയം, നീ ഇത്രയൊന്നും ചിന്തിക്കേണ്ടതില്ല. എല്ലാ മനുഷ്യൻ്റെയും ജനനം മുതൽ അവർക്ക് കൂടെ കൂട്ടിനായി ഓരോ മാലാഖമാരുണ്ടാകും എന്ന് നീ കേട്ടിട്ടില്ലേ? മനുഷ്യർ പലപ്പോഴും ഞങ്ങളുടെ സ്വരം കേൾക്കാറില്ല. നീ എൻ്റെ സ്വരം കേട്ട് എന്നെ തിരക്കി വന്നു. അതിനാൽ നിനക്ക് ദൃശ്യമാകും വിധം നിന്റെ കൂടെ എപ്പോഴും ഞാനുണ്ടാകും. ആ മണി മുഴക്കിയത് മാലാഖയാണെന്നാണോ? അവൾ ചോദിച്ചു. ഞാൻ നിന്നെ വിളിക്കുമ്പോൾ അത് നിനക്ക് മണിനാഥമായി തോന്നിയതാണ്. നീ ആ ശബ്ദം അന്വേഷിച്ചതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടി വന്നത്. നിന്നെ പേടിപ്പെടുത്താനോ ഭയപ്പെടുത്താനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ നിന്റെ കാവലാണ്. ഞാൻ കിണറ്റിൽ വീണതോ? അതും തോന്നലാണോ? സംശയങ്ങൾ കൂടി വരുന്നതിനാൽ മാലാഖ അവളുടെ പിറകിലൂടെ ചെന്ന് അതിശയകരമാം വിധം എടുത്തുയർത്തി. എന്നിട്ട് ചിറകുകൾ വിടർത്തി ജാലകത്തിനുള്ളിലൂടെ പുറത്തേക്ക് അങ്ങ് ആകാശത്തേക്ക് പറന്നുയർന്നു. മരങ്ങൾക്കിടയിലൂടെ, പള്ളിക്ക് മുകളിലൂടെ, മൊട്ടക്കുന്നുകൾക്ക് മുകളിലൂടെ, ആ മലയിടുക്കിലൂടെ ഒഴുകുന്ന ചെറിയ വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ, മേഘങ്ങൾക്കിടയിലൂടെ അങ്ങനെ വേഗത്തിൽ പറന്നു. തിരികെ അവളെ കട്ടിലിൽ കൊണ്ടുവന്നിരുത്തി. പറക്കുന്ന സമയം മുഴുവൻ അവൾക്ക് സ്വയം ഭാരമില്ലാത്തതായി തോന്നി. ഇങ്ങനെ നിന്നെ ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് കോരിയെടുത്ത് പുറത്ത് കിടത്തി. തൻ്റെ വെളുത്ത കുഞ്ഞിപ്പല്ല് കാട്ടി ചിരിച്ചുകൊണ്ട് മാലാഖ പറഞ്ഞു. സന്തോഷവും അതിശയവും അവളുടെ സ്ഥലകാലബോധം നഷ്ടപ്പെടുത്തി. അവൾ മുറിയിൽ തലങ്ങും വിലങ്ങും ഓടി നടന്നു. പിന്നെ കൈകൊട്ടി ചിരിച്ചു. ആ സമയം അവളുടെ കാലിലെ വെള്ളിക്കൊലുസുകളും നിർത്താതെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. പേരെന്താ? അവൾ തെല്ലൊന്ന് ശാന്തമായതിനു ശേഷം ചോദിച്ചു. എൻ്റെ പേര്? അത് വേണ്ട, നിനക്കത് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിൽ ഞാനൊരു പേര് വിളിക്കാം. കുഞ്ഞുമാലാഖേ, അവൾ സന്തോഷത്തോടും കുസൃതിയോടും കൂടെ വിളിച്ചു. എന്തോ? മാലാഖ വിളി കേട്ടു. അവർ പൊട്ടിച്ചിരിച്ചു. എങ്കിൽ ഞാൻ പോകട്ടെ? ഞാൻ പോയാലും എൻ്റെ കണ്ണുകൾ സദാ നിന്നിലുണ്ടായിരിക്കും. കുരിശിൻ്റെ മുദ്ര വെച്ച തിളക്കമുള്ള ഒരു കല്ല് മാലാഖ അവളുടെ കയ്യിൽ കൊടുത്തു. എൻ്റെ സഹായം അത്യാവശ്യമായ ഘട്ടങ്ങളിലെല്ലാം ഇത് കയ്യിലെടുത്ത് എന്നെ വിളിച്ചാൽ മതി. ഇത്രയും പറഞ്ഞ് മാലാഖ അപ്രത്യക്ഷമായി. കുഞ്ഞുമറിയത്തിൻ്റെ ചുണ്ടിലെ ചിരി മാഞ്ഞു. അവളുടെ കണ്ണുകൾ മങ്ങി. അവ നിറയാൻ തുടങ്ങി. എന്നാൽ കല്ലിൻ്റെ തിളക്കം അവളുടെ കണ്ണുകളിൽ തട്ടി. അവളുടെ മുഖത്ത് വീണ്ടും പുഞ്ചിരി വന്നു. അവൾ അത് മേശമേലുള്ള മാതാവിൻ്റെ രൂപത്തിനരികിൽ ഒരു ചെപ്പിൽ എടുത്തു വെച്ചു.
ഇന്നത്തെ ഭാഗം നമ്മളിവിടെ നിർത്തുകയാണ് കേട്ടോ. ഇതിൻ്റെ തുടർന്നും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ആ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. ഒപ്പം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.